പത്ത് കാശ് മാറ്റി വെക്കടി മുത്തു പാത്തുമ്മ, പട്ട് ചേല പവൻമാല എന്തിനു ചുമ്മാ. പത്ത് കാശ് മാറ്റി വെക്കടി മുത്തു പാത്തുമ്മ. നിങ്ങൾ പലരും ഈ പാട്ട് കേട്ട് കാണാൻ സാധ്യമില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശവാണി നിരന്തരമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ഗാനമാണ്. അതിനുശേഷം ആ ഗാനം ആരും കേട്ട് കാണാൻ സാധ്യമില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. നാവടക്കൂ പടിയെടുക്കൂ, അടിയന്തരാവസ്ഥ രാജ്യത്തിൻ്റെ നന്മയ്ക്ക്, കഠിനാധ്വാനം, ദൂരവീക്ഷണം, വായുഭക്ഷണം എന്നൊക്കെയുള്ള ഇന്ദിരാഗാന്ധിയുടെ സൂക്തങ്ങൾ ഇങ്ങനെ റേഡിയോയിൽ കൂടി അലയടിച്ചിരുന്ന ഒരു കാലമാണ്. അതിനിടയിൽ ചില ചലച്ചിത്ര ഗാനങ്ങളും യുവവാണി, ബാലലോകം മുതലായ പരിപാടികളുമൊക്കെ പ്രക്ഷേപണം ചെയ്തു. അന്ന് നിരന്തരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും ജനങ്ങളുടെ ഇടയിൽ സമ്പാദ്യശീലം വളർത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് യശശരീരനായ പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഗാനമാണ് ഈ പത്ത് കാശ് മാറ്റിവെക്കടി മുത്തുപ്പാത്തുമ്മ. അങ്ങനെ ഭർത്താവ് ഭാര്യയോട് പറയുന്നതാണ്, പട്ടുചേല പവൻമാലയൊക്കെ പിന്നെ മേടിക്കാം, സമ്പാദ്യശീലം വളർത്തണം, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണം എന്നാണ് ഈ ഗാനത്തിൻ്റെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ അന്തസത്ത. അത് കേട്ടിട്ട് എത്ര പേര് സമ്പാദ്യശീലമുള്ളവരായി മാറിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആളുകൾക്ക് വളരെ പെട്ടെന്നൊന്നും സമ്പാദ്യശീലം ഉണ്ടാകുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധി വേറൊരു പണി ചെയ്തു. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, ഫാക്ടറി തൊഴിലാളികളുടെയൊക്കെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിലേക്ക് കണ്ടുകിട്ടി. നിർബന്ധ നിക്ഷേപം എന്നായിരുന്നു അതിന് കൊടുത്ത പേര്. മാത്രമല്ല സ്കൂൾ കുട്ടികളുടെ ഇടയിൽ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് ഈ സഞ്ചയിക എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചു. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഉണ്ട്. പിള്ളേരെ കാശുവണ്ടി വിറ്റ് കിട്ടുന്ന കാശ് അല്ലെങ്കിൽ വിഷുവിന് വിഷുക്കൈ നീട്ടം കിട്ടുന്ന പൈസയൊക്കെ ഈ സഞ്ചികയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധിയാണ് ഈ രാജ്യത്ത് വലിയ തോതിൽ ഈ സമ്പാദ്യശീലം വളർത്താൻ ശ്രമിച്ചത്. 77 മാർച്ച് മാസം 21-ാം തീയതി ഇന്ദിരാഗാന്ധിയുടെ ഭരണം അവസാനിച്ചു. അതോടെ ജനങ്ങളുടെ സമ്പാദ്യശീലവും അവസാനിച്ചു. പക്ഷേ ചില വ്യക്തികൾ ഇപ്പോഴും ഈ സമ്പാദ്യശീലമുള്ളവരായിട്ടുണ്ട്. പ്രത്യേകിച്ച് രജിസ്റ്റർ ഓഫീസിലെ ജോലിക്കാർ, അല്ലെങ്കിൽ RTI ഓഫീസിലെ ജോലിക്കാർ, ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, അത്യാവശ്യം പോലീസുകാരൊക്കെ സമ്പാദ്യശീലമുള്ളവരാണ്. അവർക്ക് ശമ്പളം കിട്ടുന്ന കാശ് കൂടാതെ ജനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുന്ന പൈസയാണ് ഇവർ സാധാരണ ഇതിൽ സമ്പാദിക്കുക. പക്ഷേ അത് സഹകരണ ബാങ്കിൽ കൊണ്ടുവന്നിടാൻ പറ്റില്ല. ഇനി ഏതായാലും ദേശസാൽകൃത ബാങ്കിൽ ഇടാൻ പറ്റില്ല. കാരണം ഇൻകം ടാക്സുകാർ കഴുത്തിന് പിടിക്കും. അത് കൂടാതെ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഈ കിട്ടുന്ന പൈസ സമ്പാദിക്കും. നോട്ടായിട്ട് തന്നെ സമ്പാദിക്കും. അത് റബ്ബർ ബാൻഡ് ഇട്ട് വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു അറയോ പോത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് സൂക്ഷിക്കും. അങ്ങനെ കുറേ കാലം അവിടെ ഇരിക്കും. അപ്പോൾ അടിയിലിരിക്കുന്ന ചില നോട്ടൊക്കെ ചെതൽ പിടിച്ചു പോകും, അല്ലെങ്കിൽ അത് കളർ വ്യത്യാസം വന്ന് ചീത്തയിൽ പോകും. പക്ഷേ എന്നാലും അധികം പൈസയും പോവുകയില്ല. അപ്പോൾ ഇങ്ങനെ സമ്പാദ്യശീലമുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസിൽ, റവന്യൂവിൽ ഒക്കെ ഉണ്ട്. അതുപോലെ ജഡ്ജിമാരുടെ ഇടയിൽ സമ്പാദ്യശീലമുള്ള ചില ആളുകളിലുണ്ട്. കുറച്ച് പേരുള്ളൂ, അപൂർവത്തിൽ അത്യപൂർവം എന്ന് പറയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പേര് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. പേര് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അലഹബാദ് ഹൈക്കോടതിയിൽ ദീർഘകാലം ജഡ്ജിയായിരുന്ന ആളാണ്. സാധാരണ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിലുണ്ട്. വക്കീലിൻ്റെ മകൻ വക്കീലാവും, ജഡ്ജിയുടെ മകൻ ജഡ്ജിയാവും. അതുപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജഡ്ജിയായിരുന്നു, ഇദ്ദേഹം ജഡ്ജിയായി. ഇദ്ദേഹത്തിൻ്റെ മകനും വൈകാതെ ജഡ്ജിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹത്തിൻ്റെ ജനനത്തീയതി 1969 ജനുവരിയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് 2031 വരെ നീതിപതിയായിട്ടിരുന്ന് ന്യായം നടപ്പാക്കാം. അതിനുള്ളിൽ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം നമ്മുടെ അഖിലേഷ് യാദവ് UP മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് UP സർക്കാരിൻ്റെ അഭിഭാഷകരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയെ മേപ്പോട്ട് എടുത്ത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു. ആദ്യം അഡീഷണൽ ജഡ്ജിയായിരുന്നു, പിന്നെ പെർമനൻറ്റ് ജഡ്ജിയായി. സമീപകാലത്ത് 2-3 കൊല്ലം മുമ്പാണ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റി നിയമിച്ചത്. നീതിന്യായ വൃത്തങ്ങളിലേക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം. വളരെ സത്യസന്ധനായ നീതിമാനായ ഒരു ജഡ്ജി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായത്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ വല്ലു. അതേ വീട്ടിലില്ലാത്ത സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. വെള്ളം കോരി ഒഴിക്കാനോ അല്ലെങ്കിൽ മണ്ണ് വാരിയിടാനോ തല്ലിക്കിടത്താനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആരോ ഇങ്ങനെ വീട്ടിൽ തീ പിടിച്ചു എന്നറിഞ്ഞ് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സുകാർ ഒന്ന് തീ പെടുത്തി. ഫയർഫോഴ്സുകാരൊക്കെ തീ കെടുത്തിട്ട് പോയാൽ പോരെ.
ഈ കൊച്ചിന് നോക്കാൻ വന്നപ്പോൾ കൊച്ചമ്മ നോക്കേണ്ട ആവശ്യമുള്ളൂ. അവരതിന് പകരം ആ വീട്ടിൽ കയറി പരിശോധന നടത്തി. ഇയാളുടെ വീട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ നോട്ടെന്ന് വെച്ചാൽ കറൻസി നോട്ട് കെട്ടുകെട്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അത് ഇരുചെവി അറിയാതെ തന്നെ അത് കുറച്ച് എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. അതിന് പകരം അത് നാട്ടുകാരെയൊക്കെ അറിയിച്ചു. സുപ്രീം കോടതി കൊളീജിയത്തിലിരിക്കുന്ന ജഡ്ജിമാരെ അറിയിച്ചു, ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു, വക്കീലന്മാരെ അറിയിച്ചു. നാട്ടിൽ പാട്ടായി. എന്തിനു പറയുന്നു? മനോരമ പത്രത്തിൽ വരെ ഒന്നാമത്തെ വാർത്ത കേട്ടു. ഇനി ആ ജഡ്ജി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതേ നമുക്കറിയാം, പുള്ളി കശുവണ്ടി ഇറക്കി വിറ്റും അല്ലെങ്കിൽ വിഷുക്കൈ നിട്ടും കിട്ടിയ പൈസയൊക്കെ കൂട്ടി വെച്ചാണ് ഈ 15 കോടിയിൽ എത്തിച്ചത് എന്ന്. പക്ഷേ നാട്ടുകാരെന്താ വിചാരിക്കുക? പുള്ളി കക്ഷികളുടെ അടുത്ത് കാശ് മേടിച്ചാണ്, കൈക്കൂലി മേടിച്ചാണ്, വക്കീലന്മാർ മുഖാന്തരമായിരിക്കും അല്ലെങ്കിൽ ഗുമസ്തന്മാർ മുഖാന്തരമായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുക. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. യശ്വന്ത് വർമ്മയെ പോലെ ഒരാൾ അങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ പറ്റി നല്ല പേരാണ് പൊതുവെയുള്ളത്. അപ്പോൾ ന്യായാധിപന്മാരിൽ ഇതുപോലെയുള്ള സമ്പാദ്യശീലരുണ്ട് എന്നുള്ളത് പ്രസിദ്ധമാണ്. നമ്മുടെ ബാലേട്ടനടക്കം പല ആളുകളെക്കുറിച്ചും പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസുമാരായിരുന്ന ആൾക്കാർ തന്നെ നല്ലൊരു ഭാഗം ഇതുപോലെ സമ്പാദ്യശീലമുള്ളവരാണെന്നൊക്കെ നേരത്തെ കേട്ടു, ഇപ്പം കേൾക്കണില്ല. നമ്മുടെ ആന്ധ്രയിൽ നിന്നുള്ള ഒരാൾ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്നെ, അന്നത്തെ മുഖ്യമന്ത്രി, ഇദ്ദേഹത്തിനെതിരെ സമ്പാദ്യശീലം ആരോപിച്ചു. അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്ന ആളാണ്, വിഭവ സമാഹരണത്തിൽ വലിയ ബിരുദമുള്ള ആളാണെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ അവിടെ രാഷ്ട്രപതിയായിട്ടാവൊന്നും ഗവനിച്ചില്ല. ഇതിനേക്കാളും സമ്പാദ്യശീലമുള്ള ആളുകൾ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പുള്ളിയെ തന്നെ നിയമിച്ചു. അങ്ങനെ പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പിടിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലൊന്നും അഗ്നിബാധ ഉണ്ടായില്ല. ഈ അഗ്നിഭഗവാന് വേണ്ട രീതിയിൽ ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതാണ്. അതുപോലെ വീട്ടിൽ പൂജ, ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീടിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലെയുള്ള പല രഹസ്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ ഇത് അവസാനിപ്പിച്ചാൽ എനിക്ക് ദൈവശാപം ഉണ്ടാവും എന്നുകൊണ്ട് അതുകൂടി പറയാം. ഈ മനോരമ പത്രത്തിൻ്റെ മുഖപ്രസംഗം വായിച്ച് ഞാൻ കരഞ്ഞുപോയി. നീതിന്യായ സംവിധാനത്തിൽ ഇതുപോലെ ഉള്ള കളങ്കം ഉണ്ടാകുന്ന ഒരിക്കലും ശരിയല്ല എന്നാണ് അച്ചായൻ വളരെ ദുഃഖത്തോടി മുഖപ്രസംഗവശാൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബോബനും മോളിയും എന്ന് പറഞ്ഞ വലിയ തമാശ സീരീസ് ഉണ്ടായിരുന്നല്ലോ മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ പുറകിലത്തെ പേജിൽ. നമ്മളൊക്കെ അത് വായിച്ചാണ് ചിരിക്കാൻ പഠിച്ചത്. ടോംസ് എന്ന് പറഞ്ഞൊരു ചങ്ങാതിയാണ് ഈ കോമിക് കാർട്ടൂണുകൾ വരച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ടോംസും മനോരമയും തമ്മിൽ ഇതിൻ്റെ പകർപ്പവകാശത്തിന് വേണ്ടി വലിയ കേസുണ്ടായി. അങ്ങനെ ആ കേസ് എറണാകുളത്ത് അഡീഷണൽ ജില്ലാ കോടതിയിൽ വിചാരണ ചെയ്തത് അന്ന് ജുഡീഷ്യറിയിലുണ്ടായിരുന്ന ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹം ഇതുപോലെ സമ്പാദ്യശീലമുള്ള ആളായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ സമ്പാദ്യശീലൻ നിഷ്പക്ഷനും നീതിമാനുമായിരുന്നുകൊണ്ട് കേസിൽ മനോരമ ജയിച്ചു, അഥവാ ടോംസ് തോറ്റു. പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇദ്ദേഹം സമ്പാദ്യശീലനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പല പരാതികളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഹയർ ജുഡീഷ്യറിയിൽ ഒരു വലിയ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. പരമശക്തനും പരിപൂർണനുമായ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സമ്പാദ്യശീലനെ തൊടാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരമശക്തനായ ആൾ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗിൽട്ട് പോയി എന്നറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ സമ്പാദ്യശീലനെ മറ്റൊരു കേസിൽ ഹൈക്കോടതി പെടുത്തിയതല്ല, അദ്ദേഹം പെട്ടു. പരാതി ഉണ്ടായി, അന്വേഷണം ഉണ്ടായി, സമ്പാദ്യശീലനെ പിരിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ വിധികളൊന്നും പോയോ? ഒറ്റ വിധി പോയില്ല. ഈ ടോംസിൻ്റെ കേസിൽ മനോരമയ്ക്ക് അനുകൂലമായിട്ട് എഴുതിയ വിധിയും പോയില്ല, അതുമൊക്കെ അവിടെ തന്നെ നിൽക്കും. മനോരമക്കാരായ ശേഷം ബോബനെ മോളിയും ടോംസിനും വിട്ടുകൊടുത്ത് മഹാമനസ്കത തെളിയിച്ചു. അപ്പോൾ ഈ മുഖപ്രസംഗം എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ട് എന്ന കാര്യം അച്ചായൻ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോരമ തുടങ്ങി വെച്ചിട്ടുള്ള ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് എല്ലാ ഭാവുകളും ആശംസിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.